ഹലോ എവരി വൺ, എല്ലാവർക്കും കൊമേഴ്സ് PYQസിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് +1 മലയാളത്തിലെ സന്ദർശനം എന്ന പാഠഭാഗത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ പാഠഭാഗത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 2 മാർക്കിൻ്റെ 2 ചോദ്യങ്ങളും 4 മാർക്കിൻ്റെ 2 ചോദ്യങ്ങളുമാണ്. ആദ്യമായി നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യം നോക്കാം. സന്ദർശനത്തിലെ നരകരാത്രി, നിത്യപ്രയാണം തുടങ്ങിയ പദങ്ങൾ ആവിഷ്കരിക്കുന്ന ഭാവങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം നോക്കാം. നഗരത്തിൻ്റെ പ്രത്യേകതകളാണ് തിരക്കുകളും മദ്യത്തിൽ മുങ്ങിയ രാത്രികളുമൊക്കെ. ജീവിതം ആഘോഷമാക്കി തീർക്കുന്നവരാണ് നഗരവാസികൾ. അവിടെ ജീവിത മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ സൂചനയാണ് നരകരാത്രി, നിത്യപ്രയാണം തുടങ്ങിയ പദങ്ങൾ നൽകുന്നത്. അടുത്തതും ഒരു 2 മാർക്കിൻ്റെ ചോദ്യമാണ്. നമുക്ക് ചോദ്യം നോക്കാം. മുറുകിയോ നെഞ്ചെടുപ്പിൻ്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും. സന്ദർശനത്തിലെ ഈ വരികളിൽ തെളിയുന്ന ഭാവമെന്ത്? ഉത്തരം നോക്കാം. പരസ്പരം സ്നേഹിച്ചിരുന്നവർ തമ്മിൽ പിരിയാൻ പോവുകയാണ്. അവസാനമായി ഒന്നു കാണാനെത്തിയ അവർക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. എങ്ങനെ അഭിമുഖീകരിക്കും എന്ന തോന്നലുകൊണ്ടാവാം നെഞ്ചിടിപ്പിൻ്റെയും നിശ്വാസവായുവിൻ്റെയും താളം മുറുകിയത്. അടുത്തതായി 4 മാർക്കിൻ്റെ ചോദ്യം നോക്കാം. സ്മരണതൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും. സ്മരണകളെ സാഗരത്തോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് എത്രത്തോളം ഉചിതമാണ്? പരിശോധിക്കുക. ഉത്തരം നോക്കാം. കഴിഞ്ഞ കാലത്തേക്കാണ് കവി ഈ വരികളിലൂടെ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഓർമ്മകളെ കടലായി കവി സങ്കല്പിക്കുകയാണ്. കടൽ ആഴമുള്ളതും എപ്പോഴും തിരയിളക്കമുള്ളതുമാണ്. മനസ്സും ചിന്തകളും കടൽ പോലെ ആഴമേറിയതാണ്. പ്രക്ഷുബ്ധമായ മനസ്സിലെ തിരയിളക്കങ്ങൾ നമ്മെ എപ്പോഴും അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കും. പ്രണയം നഷ്ടപ്പെട്ട് പിരിയാൻ തുടങ്ങുന്ന 2 പ്രണയികളെയാണ് സന്ദർശനം എന്ന കവിതയിൽ അവതരിപ്പിക്കുന്നത്. ഒരു കാലത്ത് പ്രണയിനിയെ താൻ ഒരുപാട് സ്നേഹിച്ചിരുന്നതിൻ്റെ ഓർമ്മകൾ തിരമാലകൾ പോലെ കവിയുടെ മനസ്സിലേക്ക് അടിച്ചുയരുകയാണ്. ആഴക്കടലിലെ ഓളങ്ങൾ പോലെ ഓർമ്മകൾ മാറിയും മറിഞ്ഞും കവി മനസ്സിൽ ഉയർന്നു താഴുകയാണ്. അടുത്തതായി നമുക്ക് 4 മാർക്കിൻ്റെ തന്നെ ഒരു ചോദ്യം കൂടെ നോക്കാം. ചിറക് നീർത്തുവാനാവാതെ തുണ്ടയിൽ പിടയുകയാണേയൊരു ഏകാന്ത രോദനം. സന്ദർശനത്തിലെ നായകൻ്റെ മാനസികാവസ്ഥയെ ആവിഷ്കരിക്കാൻ ഈ പ്രയോഗം സഹായകമാണോ? വ്യക്തമാക്കുക. ഉത്തരം നോക്കാം. പ്രണയം തീവ്രമായിരുന്ന ഭൂതകാലവും പ്രണയ നഷ്ടത്തിൻ്റെ വർത്തമാനകാലവുമാണ് സന്ദർശനം എന്ന കവിതയിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആവിഷ്കരിക്കുന്നത്. പ്രണയത്തിൻ്റെ നാളുകളിലെ നനുത്ത ഓർമ്മകൾ കാമുകൻ്റെ മനസ്സിൽ ഉണരുന്നു. പ്രണയിനിയുടെ മൈലാഞ്ചി നീരിനാൽ തുടുത്ത വിരലുകളും കണ്ണുകളിലെ ആകർഷണീയതയുമെല്ലാം അയാളിലെ കാമുക ഹൃദയത്തെ ഉണർത്തുന്നു. കാമുകിയിൽ നിന്നും അകന്നു കഴിഞ്ഞ തനിക്ക് ഇനി അതെല്ലാം അന്യമാണെന്ന തിരിച്ചറിവ് ഒരു ദുഃഖമായി രോദനമായി അയാളിൽ നിറയുന്നു. സ്വതന്ത്ര ആകാശത്തിലേക്ക് ചിറകു വിരിച്ച് പറക്കാനാവാതെ പിടയുന്ന പക്ഷിയെപ്പോലെ ഒരു രോദനം കവിയുടെ ഉള്ളിൽ കിടന്നു പിടയുന്നു. ഉള്ളിൽ തളം കെട്ടിക്കിടക്കുന്ന ദുഃഖം നിറഞ്ഞ മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുകയാണ് ഈ പ്രയോഗം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.